ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശതവാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഴങ്ങിക്കേട്ട ഒരു ഗാനം പിന്നീടങ്ങോട്ട് ഇന്നാട്ടിലെ വിപ്ലവ സ്വപ്നത്തിന്റെ തിരുത്തൽ ശക്തികളുടെ ഉണർത്തുപാട്ടായി തീർന്നു. വേട്ടയാടപ്പെട്ടവരെ ഒരു കാലത്തും കേൾക്കാത്ത ഒരു സംഘടന അത് ഇന്നത്തെ പകലിൽ ശിഥിലീകരണത്തിന്റെയോ നവീകരണത്തിന്റെയോ വഴിയിലേക്ക് കടക്കുമ്പോൾ ആ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു കൂട്ടം പെണ്ണുങ്ങളെ നോക്കി പോയകാല അടിച്ചമർത്തലിന്റെ ചരിത്രം ഇങ്ങനെ പാടുന്നു. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ. പുതുവിപ്ലവം സൃഷ്ടിക്കാമെന്ന നിങ്ങളുടെ ശുഭപ്രതീക്ഷയെ സമത്വത്തിന്റെയോ നവീകരണത്തിന്റെയോ പുതുവെളിച്ചം വഴിതെറ്റിപ്പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് മേഖലകൾ പ്രതീക്ഷയോടെയാണ് കേൾക്കുന്നത്. പക്ഷേ ആ പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ, നിറമുള്ള ഭാവിയെ ഒക്കെയും ഞങ്ങൾക്കറിയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യത്തിന് പൊതുമധ്യത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത മാടമ്പികൾക്ക് കീഴിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ നീതി ഞെരിഞ്ഞമർന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. മുഖമില്ലാത്തവരെന്നും ശബ്ദമില്ലാത്തവരെന്നും അവർ കരുതിയ ആളുകൾ ഇന്ന് പൊതുമധ്യത്തിൽ തലയുയർത്തി തന്നെ നിന്ന് ഇവിടുത്തെ സർക്കാർ ഞങ്ങളെയും ഞങ്ങളുടെ പരാതികളെയും സസൂക്ഷ്മം കേൾക്കുന്നുവെന്ന് പറഞ്ഞ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ നാട്. അനീതിയുടെ കെട്ടകാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ലാത്ത ഈ പോരാട്ടത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യരും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: ഗായത്രി വർഷ, അഭിനേത്രി; അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇടത് സഹയാത്രികൻ; എം ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; അജ്മൽ ശ്രീകണ്ഠാപുരം, മറ്റ ഫെഡറേഷൻ ചെയർമാൻ എന്നിവരാണ്. ഗായത്രി വർഷ, 4-5 ദിവസം മുൻപ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ AMMA എന്ന സംഘടന എല്ലാവരെയും കേൾക്കുന്നവരാണ്, സ്ത്രീകൾക്ക് ഒരു വിവേചനവുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല, എല്ലാവരെയും ഞങ്ങൾ എല്ലാ കാലവും കേട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നടത്തിയവർ, പവർ ഗ്രൂപ്പ് എന്താ എന്ന് അറിയുക പോലും ചെയ്യാതെ നിഷ്കളങ്കമായി പ്രതികരിച്ചവർ, അവരൊക്കെയും 4-5 ദിവസത്തിനിപ്പുറം ആ സംഘടനയെ തന്നെ പിരിച്ചുവിടേണ്ട തലത്തിലേക്ക് മാറിയിരിക്കുന്നു. 5 ദിവസത്തിനുള്ളിൽ AMMയ്ക്കുള്ളിൽ എന്താണ് സംഭവിച്ചത്? ഗായത്രി വർഷ. ശ്രീ ഗായത്രി വർഷ, കേൾക്കാനാകുന്നുണ്ടോ? ഇല്ല. ശരി, ഞാൻ മടങ്ങി വരാം ഗായത്രി വർഷയിലേക്ക്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, വലിയൊരു പ്രതീക്ഷയുടെ വേളയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാത്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയുടെ ഔദ്യോഗിക പ്രതികരണമാണ്. പിരിച്ചുവിടുകയോ തുടരുകയോ ഒക്കെ അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ അതിനപ്പുറം ഒരു താരസംഘടന എന്ന നിലയിൽ പോലും ആ സംഘടന പൊതുസമൂഹത്തിനോട് പുലർത്തേണ്ട ചില മാന്യതകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒന്നും പറയാതെ പിരിച്ചുവിടുന്നതോടുകൂടി നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട എന്നൊരു ഔദാര്യം കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ കൂടി നമ്മൾ കാണേണ്ടതില്ലേ? അതെ, വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നയമാണ് അമ്മ എടുത്തതെന്ന് പറയാം. കാരണം നമുക്കെന്താണ് ഇതിനകത്ത് പറയാനുള്ള അവകാശം എന്നുള്ളൊരു ചോദ്യത്തിന് കഴിഞ്ഞ ഒരു ചർച്ചയിൽ തന്നെ മറുപടി പറഞ്ഞതാണ്. നമ്മൾ നമ്മുടെ വാട്ട് ഈസ് അവർ ലോക്കൽ സ്റ്റാൻഡായി, നമ്മളാണ് പർച്ചേസ് ചെയ്യുന്നത് ടിക്കറ്റ്, നമ്മളാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കാണാൻ പോകുന്നത്. ഈ പറയുന്ന ഈ അവതാര പുരുഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാറുകളൊക്കെ സ്റ്റാർഡം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്ന പ്രേക്ഷകൻ്റെ കയ്യടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അല്ലാതെ ഒരു ദിവസം ഇവർ തന്നെ സിനിമ അഭിനയിച്ച് ഇവർ തന്നെ കാണുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാർഡം ഒന്നുമില്ല. അതിന് 2 തരത്തിൽ ഞാൻ അതിന് മറുപടി പറയാം. നോക്കൂ, അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അമ്മയ്ക്കകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഒന്നത്, അമ്മയ്ക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട്. അമ്മ എന്നുള്ള സംഘടനയുടെ ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ? അപ്പോൾ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിൻ്റെ പേരിൽ അവർ ഹെഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റി വരികയും അവരുടെ മേഖലയെക്കുറിച്ചൊരു പഠനം നടത്തുകയും ആ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ തീരുമാനമനുസരിച്ച് റിഡാക്റ്റഡ് ഫോമിൽ നമുക്ക് കുറച്ച് കിട്ടുകയാണ്, സെൻസേർഡ് ഫോമിൽ കുറച്ച് വരികയാണ് ചെയ്യുന്നത്. അതിൽ ഒരഭിപ്രായം അമ്മ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമ്മ ആ വിഷയത്തിലൊരു അഭിപ്രായം പറയണ്ടേ? അമ്മയുടെ അഭിപ്രായം എന്ത്? അതിനകത്ത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റഡ് പാർട്ടിയായ അവരുടെ അഭിപ്രായം എന്ത് എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവരുടെ അഭിപ്രായം പറയാതിരിക്കാൻ അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം എന്താണ്?
അവർ കണ്ടെത്തിയ മാർഗ്ഗം അമ്മയെ അങ്ങ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം, ഈ പറയുന്ന സിനിമാ മേഖലയിൽ നിൽക്കുന്ന പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല തീരുമാനമായിപ്പോയി, മോഹൻലാൽ ചെയ്ത് വളരെ നല്ല തീരുമാനമായിപ്പോയി എന്ന് പല ആക്ട്രസസും പറയുന്നത് ഞാൻ കേട്ടു. ആക്ട്രസസ് മീൻസ് പല ആൾക്ക്, ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു നെയിം ദം, കാര്യം അവരെ ഇതിനകത്ത് വലിച്ചേരേക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നു. കാര്യം അതിനകത്ത് ഒരു നിഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് അത് പിരിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അത് അദ്ദേഹത്തിന് അവിടുത്തെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് എന്ന ലോക്കസിൽ നിന്ന് അദ്ദേഹം പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ, ഒരു സ്റ്റാർ ആക്ടർ എന്ന് പറഞ്ഞ നിലയിൽ പൃഥ്വിരാജ് കുറേ കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ പല ആൾക്കാരും പറയുന്നു. ഈ പറയുന്ന ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗായത്രി വർഷ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിൽക്കുന്ന ഏറ്റവും എന്നുവെച്ചാൽ മലയാളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നടന്മാർ, ആ നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻറ്റും കൂടാണ്. അദ്ദേഹത്തിന് ഒരു മറുപടി ഇതിൻ്റെ അകത്ത് പറയണ്ടേ? അദ്ദേഹം പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതിനകത്ത് എത്ര ശരിയുണ്ട്? അപ്പോൾ അഭിപ്രായം പറയാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? പെട്ടെന്ന് ഇതിനെ ഡിസോൾവ് ചെയ്യുക. ആ ഡിസോൾവ് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് മോറൽ ഹൈ ഗ്രൗണ്ട് എടുക്കുകയാണ്. പറയുന്നത് എന്താ? ഇന്നൊരു സിനിമാ നടൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ധാർമ്മികത തോന്നിയുകൊണ്ടാണ്. നിങ്ങൾക്ക് ധാർമ്മികത തോന്നിയുകൊണ്ട് നിങ്ങൾ പിരിച്ചുവിട്ടോ, കുഴപ്പമില്ല. അതിനു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് പിരിച്ചുവിടുമായിരുന്നെങ്കിൽ ഈ പറയുന്നതിനൊരു ന്യായം ഉണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാതെ, ആ വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാതെ ഈ വഴി ഇപ്പൊ പല ആൾക്കാരും ഇവിടെ പറയുന്നു. ആ പാവം ജയൻ ചേർത്തല എന്ന് പറയുന്ന ഒരു നടൻ വന്നിരുന്ന് എല്ലാ ചാനലും കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ മടുത്തു തോന്നുന്നു കാര്യം. അദ്ദേഹം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എനിക്ക് തോന്നുന്നു ഇവരെല്ലാം പല കേസിലും പ്രതിയായതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ഇവർ ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഡിസോൾവ് ചെയ്തതിൽ അത് അവരുടെ ഹെഡേക്കാണ്. പക്ഷേ ഡിസോൾവ് ചെയ്യുന്നതിന് മുമ്പ് അത് കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വ്യക്തമായ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാത്രം ചെയ്ത പണിയാണ്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വരാതിരിക്കാൻ, മാധ്യമപ്രവർത്തകർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഞാൻ ആ സ്ഥാനത്തേ ഇല്ല എന്ന് പറഞ്ഞ രീതിയിലൊരു നയമെടുക്കുന്നതായിരുന്നു. അത് വളരെ അധികം അപലപനീയമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വലിയ ജനാധിപത്യ വിരുദ്ധത ഈ പറയുന്ന മേഖലയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ആദ്യഘട്ടത്തിൽ ഗായത്രി വർഷയോട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യം അത് ഞാൻ അങ്ങയോട് കൂടി ആവർത്തിക്കുകയാണ്. മറ്റൊരു സംഘടനയാണെങ്കിൽ പോലും സിനിമാ മേഖലയ്ക്കുള്ളിൽ നടക്കുന്നത്, ഈ സംഘടനകൾക്കുള്ളിൽ നടക്കുന്നതൊക്കെ താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. 5 ദിവസം മുമ്പ് ഒരു സംശയവും ഇല്ലാത്ത തരത്തിലാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് സംഘടനാ ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പക്ഷേ അതിനുശേഷം പൊടുന്നനെ ഇങ്ങനെ സംഘടന തന്നെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുന്നു. എന്താണ് ആ സംഘടനയ്ക്ക് ഉള്ളിൽ സംഭവിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? വളരെ വ്യക്തമായ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇത്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും ഇവർക്കൊന്നും ഈ പ്രശ്നങ്ങളിൽ ഒരു മറുപടി പറയേണ്ട സാഹചര്യം വരുന്നില്ലല്ലോ. ശ്രീ അജ്മൽ കേൾക്കുന്നില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ചോദ്യം ആവർത്തിക്കണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വളരെ മോശമായി ഇന്നറിയോ, നമ്മൾ എന്തൊരു ഇഷ്യൂ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇല്ല, അത് കേട്ടില്ല. ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടില്ല. ആവർത്തിക്കാവോ? ഓക്കെ, ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഇപ്പോൾ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആ സംഘടന പിരിച്ചുവിടുന്നു. അതിലൂടെ തന്നെ അവർക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വത്തിൽ നിന്ന് കൂടി ആ സംഘടന ഒഴിഞ്ഞു മാറുകയാണ്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ ആ സംഘടനയ്ക്കുള്ളിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5-6 ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചത്? മനസ്സിലായി. നമ്മൾ ആദ്യമായി ഉണ്ടായ ഒരു മലയാള സിനിമ സംഘടന, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മലയാള സിനിമയിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഘടന മാക്ട ഫെഡറേഷൻ. വിനയനാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഘടന മാക്ട ഫെഡറേഷൻ എല്ലാ 19 ട്രേഡും യോജിച്ച് കൊണ്ടുവന്ന സംഭവമായിരുന്നു. ഇത് പൊളിച്ചിട്ടാണ് ഫെഫ്റ്റ എന്ന സംഘടന, അതുപോലെ മറ്റുള്ള സംഘടനകളും ഉണ്ടാകുന്നത്. ഇത് ഒന്നുമില്ല, ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ അമ്മ എന്ന സംഘടന ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം വെച്ചാൽ അവർ സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് എന്താണ് വിവരിച്ചിട്ട് വേണം പുറത്ത് കാര്യങ്ങൾ കൂട്ടരാജി വെക്കാൻ വേണ്ടി. കൂട്ടരാജി വെക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഇവരാരോ ഭയപ്പെടുന്നുണ്ട്. ആരോ ഭയപ്പെടുന്നത്? ഇവരിൽ ആരെങ്കിലും എന്നും പേര് വരുമെന്നത് ഭയപ്പെട്ടിട്ടാണ് ഇവർ രാജിവെച്ചത്.
എല്ലാവർക്കും ഭയപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ആരെ പേരാണ് എപ്പോഴാണ് വരുന്നത് ഓർമ്മയില്ല. ഭയപ്പെട്ടിരിക്കുകയാണ്, സംശയം വേണ്ട. ഇല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കേണ്ട ഒരു കടമ ഈ സംഘടനയ്ക്കില്ലേ? ഈ സംഘടന ഉത്തരവാദിത്തപ്പെട്ടിരിക്കില്ലേ? പൃഥ്വിരാജ് മാത്രമേ വന്ന് സംസാരിച്ചിട്ടുള്ളൂ. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും സംസാരിച്ചില്ല. ഒരു ജയൻ ചാത്തല വൈസ് പ്രസിഡന്റ്, അതിലെ നമ്മുടെ ജഗദീഷ്, ഇല്ല മറ്റു ചില ആൾക്കാർ മാത്രമല്ലാതെ ആരും ഇത് പ്രതികരിച്ച് വന്നിട്ടില്ല. പിന്നെ കൂട്ടരാജി വെച്ച് തെറ്റായിപ്പോയി. രാജിവെക്കുന്നതിന് മുമ്പ് കേരള സമൂഹത്തിനോട് മലയാള സിനിമയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കേണ്ട ഒരു കടമ ഈ സംഘടനക്കുണ്ട്. ഒരു ആർജവയില്ലായ്മയാണ്. ഒരിക്കലും അത് വളരെ മോശമായി പോയി. അമ്മാ സംഘടന ഈ പിരിച്ചുവിടുന്നതിന് മുമ്പ്, മറ്റേ ഈ മീറ്റിംഗ് എന്താ പറയുക, ഈ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിന് മുമ്പ് സമൂഹത്തിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു കടമ ഉണ്ട്. അത് വളരെ മോശമായി പോയി. യെസ്, ഞാൻ മടങ്ങി വരാം. ഗായത്രി വർഷ കേൾക്കാനാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഗായത്രി വർഷ ഈ വിഷയങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിക്കുകയും വ്യക്തമായ ഭാഷയിൽ തന്നെ നിലപാടുകൾ പറയുകയും ചെയ്ത ആളാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ AMM പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സംഘടന തന്നെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാലും തെറ്റാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഈ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ നടപടി എന്നാണോ അതോ ഒരു മുഖം രക്ഷിക്കൽ എന്നാണോ കാണുന്നത് ഈ നടപടി? നമ്മൾ ഇത് രണ്ടുമല്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഞാനത് വളരെ വളരെ ഗൗരവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം സിനിമ പോലെയുള്ളൊരു രംഗത്തിന്, സിനിമ നമ്മൾ ചെറുതായി കണ്ടതാണ് കുഴപ്പമുണ്ടായത്. സിനിമ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക വ്യവസായ തൊഴിൽ മേഖല. പിന്നെ രണ്ടാമത് ഇപ്പോൾ സിനിമ വേൾഡ് വൈഡാണ്, പാൻ വേൾഡ് റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ വേൾഡ് വൈഡാണ് റിലീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വേൾഡ് നിലവാരത്തിലേക്ക് നിൽക്കുന്ന, പലപ്പോഴും സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെ ലോക സിനിമയിൽ ഒന്നാമതേക്ക് വന്നിരിക്കുന്ന മലയാള സിനിമ അതിൻ്റേതായ ഒരു വലിപ്പത്തിൽ കാണണം. സംഘടന വേണം, സംഘശക്തി വേണം, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു ഇടത്തോടു കൂടി നിൽക്കുന്ന സിനിമ വേണം. പക്ഷേ ഒരു വെൽഫെയർ അസോസിയേഷൻ പോരാ. ഒരു വെൽഫെയർ അസോസിയേഷൻ അല്ല വേണ്ടത്. ഇപ്പോൾ 95 ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതേ വർഷം ഞാൻ റിസൈൻ ചെയ്തിട്ട് 30 വർഷമായിട്ട് ഒരു മെമ്പർഷിപ്പിലേക്ക് തിരികെ അമ്മയിലേക്ക് ഞാൻ വരാതിരിക്കുന്നത് അംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ബൈലോ ഓഫ് മെമ്മോറാണ്ടം പോലും അമ്മയ്ക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഒരു വെൽഫെയർ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുകയും അവിടെ ആടുകയും പാടുകയും ചിരിക്കുകയും കളിക്കുകയും മൃഷ്ടാനം ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞിട്ട് സ്വജന പക്ഷപാത താല്പര്യങ്ങൾ അനുസരിച്ച് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അകത്തുണ്ടാകുന്ന ജനാധിപത്യപരമായ പ്രതിപക്ഷവാദങ്ങൾക്കും ശബ്ദങ്ങൾക്കും ഇടം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലല്ല സിനിമ പോലെയുള്ളൊരു രംഗത്തെ അസോസിയേഷൻ പ്രവർത്തിക്കേണ്ടത്. കുറച്ചുകൂടി ബൃഹത്തായി കാണണം. കുറച്ചുകൂടി ജനാധിപത്യ സംരക്ഷണത്തിനും തൊഴിൽ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിലുള്ള ഭരണഘടന ഈ സംഘടനയ്ക്ക് തന്നെ ഉണ്ടാവണം. അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനയുടെ അണ്ടറിൽ, ഒന്നാമത് ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ട് ഇത്ര ലക്ഷം ആൾക്കാർ പണിയെടുക്കുന്ന ഈ ഒരു മേഖലയെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബലം സംഘടനയ്ക്ക് വേണം. അത് കാലം ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ആ കാലത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ആ രീതിയിലേക്ക് ഒരു അസോസിയേഷൻ വളരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഈ അച്ചടക്കമില്ലായ്മ, ഇതിൻ്റെ അംഗങ്ങളുടെ ഏറ്റവും നിരുത്തരവാദപരമായി എന്തുമാവാം എന്ന് പറയുന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങളും അധീശത്വ മനോഭാവവും ഒക്കെ കൂടിയാകുമ്പോൾ ഇതിങ്ങനെ വാനിഷായി തന്നെ പോകും. വാനിഷായി പോകുന്നതാണ് അതിൻ്റെ നല്ല ലക്ഷണം. ഇനി നല്ല കരുത്തുറ്റുള്ളൊരു മുഖം വരട്ടെ. തീർച്ചയായിട്ടും ഇത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് സംഭവിച്ചത്. നിവർത്തികേടിലാണ് ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരു അനിവാര്യമായ ഘട്ടത്തിൽ, കാരണം സർക്കാരും പൊതുജനവും മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പോകണമെങ്കിൽ അമ്മ എന്ന് പറയുന്ന, അല്ലെ ഏത് പേരിട്ട് വിളിച്ചാലും ഈ താരസംഘടനയ്ക്ക് ഈ ഒരു കെട്ടുറപ്പ് പോരാ. ആ കെട്ടുറപ്പ് അല്ലാതെ നല്ല കെട്ടുറപ്പുള്ള ഒരിടത്തേക്ക് അത് വരണം. യെസ്, ഞാൻ മടങ്ങി വരാം. ശ്രീ എം ജയചന്ദ്രൻ, നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നാണ് നമ്മൾ അറിയുന്നത് ഈ സംഘടനയ്ക്കുള്ളിൽ രാജിയുമായി ബന്ധപ്പെട്ട്. നോക്കൂ, ഈ പ്രതിസന്ധി ഒരു ദിവസം കൊണ്ട് വെറുതെ അങ്ങ് ഉരുണ്ടുകൂടുന്നതല്ല. കുറച്ചധികം നാളുകളായി AMM എന്ന സംഘടന ഏത് പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ഒക്കെ നിഴലിലാണ് നിന്നതെന്ന് പൊതുസമൂഹത്തിന് പോലും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കിതിന് മുൻപേ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതിരുന്നത്? അതോ എങ്ങനെയായാലും ശരി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നൊരു അമിത ആത്മവിശ്വാസമായിരുന്നോ അവരെ നയിച്ചിരുന്നത്? അസിത, അതിലുള്ള ഒരു പ്രശ്നം, ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ട ഒരു കാര്യം, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ 177-ാമത്തെ പേജിൽ
ഒരു സംഗതിയുണ്ട്, സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ഓഫ് വിമൻ ഇൻ സിനിമ, എനാക്ട് ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ട്രിബ്യൂണൽ. അതിൽ അവസാനത്തെ വാചകം പറയുന്നത് എങ്ങനെയാണ്: ഐ ഹാവ് നോ ഹെസിറ്റേഷൻസ് ടു ഹോൾഡ് ദാറ്റ് ദ ഓൺലി സൊല്യൂഷൻ ടു ദ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ ഈസ് ടു എനാക്ട് ആൻ അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ബൈ കോൺസ്റ്റിറ്റ്യൂട്ട് എ ട്രിബ്യൂണൽ അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ട്. ഇതാണ് അസന്നിഗ്ധമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 177 പേജിൽ പറഞ്ഞേക്കുന്നത്. 72 പേജ് നമ്പർ 172 ആണ് പറഞ്ഞേക്കുന്നത്. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഹേമ കമ്മിറ്റി പറഞ്ഞ ഈ ട്രിബ്യൂണൽ കൊണ്ടുവരാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ മാസം 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ ഈ അമ്മ എന്ന സംഘടന പിരിച്ചുവിടുകയല്ലല്ലോ ചെയ്തത്. ഭാരവാഹികൾ, നിലവിലുള്ള ഭാരവാഹികൾ നിഷ്ക്രമിക്കുകയാണ്. അവർ അതിൽ നിന്ന് പിന്നെ വിട്ടുപോവുകയാണ്. വിട്ടുപോയാലും പോയില്ലെങ്കിലും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇനി പല കാര്യങ്ങളും. അത് ഉറപ്പുള്ള കാര്യവുമാണ്. പക്ഷേ അതിനേക്കാൾ ഗുരുതരമാണ് ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ ഈ പറയുന്ന നേതൃത്വം ഒട്ടാകെ ചെന്ന് നിൽക്കുക, അത് വാർത്തയാവുക. ഇനി നിരന്തരമായി വാർത്തകളിലേക്ക് ഈ അമ്മ എന്ന സംഘടന അതിൻ്റെ ഭാരവാഹികളും പിന്നെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ കയറി നിൽക്കേണ്ടി വരിക എന്ന അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് രാജിവെച്ചുകൊണ്ട് ഈ അവസ്ഥ മാറും എന്നൊന്നും അല്ല അർത്ഥം. രാജിവെച്ചാലും തൽക്കാലത്തെ ഒന്ന് ശ്വാസം വിടാം, അത്രയേ ഉള്ളൂ. ഒന്ന് ശ്വാസം വിടാനുള്ളൊരു സ്പേസ് കിട്ടി എന്നുള്ളതൊഴിച്ചാൽ ഈ രാജി അർത്ഥശൂന്യമായ രാജിയാണ്. ഒരു സംശയവുമില്ല. ഈ രംഗം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അർത്ഥശൂന്യമായ രാജിയാണ്. തൽക്കാലം ഒന്ന് ശ്വാസം കഴിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് 560 പേരുടെ സംഘടനയാണ് ഇതെന്നാണല്ലോ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് രാജി കൊടുക്കേണ്ടി വന്നത്. ഈ 560 പേരിൽ എത്ര പേരാണ് ഇതിൻ്റെ അകത്ത് ഒരു ഈ തീരുമാനമെടുക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എന്നെങ്കിലും ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, നമ്മൾ അതല്ലോ ചർച്ച ചെയ്യാനിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. എങ്കിലും 2000 മുതലാണ് ഈ സിനിമാ മേഖലയിൽ കോൺട്രാക്റ്റ് എങ്കിലും ഉണ്ടായത് എന്നീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചെറിയ കാര്യമൊന്നുമില്ലാതെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ നിരന്തരമായി നടക്കുമ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളങ്ങ് മാറ്റി നിർത്തും. അതല്ലല്ലോ, സ്വന്തം ഈ ശരീരം തനിക്ക് ഇഷ്ടമില്ലാത്ത വിധം അപമാനിക്കപ്പെട്ടാലും സഹിച്ചു നിന്നോണം എന്ന നിലപാടിനെതിരെയാണ് ഒരു സ്ത്രീ ധീരമായി 2017 പൊരുതാൻ ഇറങ്ങിയത്. അവിടെ നിന്നാണ് WCC ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് സർക്കാർ ഇതിലേക്ക് വരുന്നത്, ഹേമ കമ്മിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ അതുതന്നെയാണ് കാര്യം. ആ ഒരു സ്ത്രീയുടെ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമാണ് ഇതെല്ലാം നിൽക്കുന്നത്. അത് ഒരുപാട് പേർക്ക് താക്കീതായിരുന്നു ഇതുവരെ. ഇനി ആ താക്കീത് മാറി മറ്റ് പലതിലേക്കും വരികയാണ്. അതുകൊണ്ട് ആ പിന്നെ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വ്യഗ്രത കൂടും. അതുകൊണ്ട് കാര്യമില്ല. ഇത് താൽക്കാലികമായൊരു ശ്വാസം കഴിക്കൽ മാത്രമാണ്. ഇത് വേട്ടയാടുക എന്നുള്ളതൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് വേട്ടയാടുകയല്ല. യഥാർത്ഥ ജനാധിപത്യം, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത് എന്ന് ഇനി പഠിപ്പിക്കേണ്ടി വരും. ഇത് സ്ത്രീകളിലേക്ക് കൂടുതൽ കൊടുത്താൽ ഈ സംഘടന നന്നായിക്കോളും എന്ന പ്രതീക്ഷയിൽ പലതും പങ്കുവെക്കുന്നത് കേട്ടു. അത് സ്ത്രീ ആയാലും പുരുഷനായാലും നിലപാടുകളാണല്ലോ പ്രധാനം. ഇപ്പോൾ ഗായത്രി വർഷ എത്രയോ കാലമായിട്ട് അവരുടെ നിലപാടുകൾ ഏത് മണ്ഡലത്തിലും തുറന്നു പറയുന്നത്, സാംസ്കാരിക രംഗത്താവട്ടെ, സിനിമാ രംഗത്തെ പ്രത്യേകമായിട്ട് എടുത്താൽ അവിടെ ആവട്ടെ, മറ്റ് കലാരംഗങ്ങളിലാവട്ടെ ഒക്കെ നിലപാട് പറയുന്ന അഭിനേത്രിയാണ്. അത്തരം നിലപാട് പറയാൻ എത്ര പേര് തയ്യാറാവും ഈ പറയുന്ന സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നാൽ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും സ്ത്രീകൾക്ക് ആ പ്രാതിനിധ്യം കിട്ടണം, അക്കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ നിലപാടുകളാണ് അസിത പ്രധാനം. ഈ നിലപാടുകൾ പലരും പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇനി ഇതിനകം തയ്യാറായിട്ടുണ്ട്, ഇനി തയ്യാറായി വരികയും ചെയ്യും. അതൊക്കെ ട്രിബ്യൂണൽ എന്നുള്ള യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നവംബർ മാസത്തിൽ. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിരിച്ചടി എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല, എങ്കിലും ഉണ്ടാകുന്ന സ്ക്രൂട്ടണി, ആ സ്ക്രൂട്ടണി വളരെ വലുതാണ്. ആ സ്ക്രൂട്ടണിയാണ് ഇവർ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അരക്ഷിതരായിരിക്കുന്നത്. അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഭയപ്പെടുകയല്ല ഇവർ ചെയ്യുന്നത്, തങ്ങൾ അരക്ഷിതരാണ് എന്നുള്ള തോന്നൽ. ആ അരക്ഷിതത്വമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അത് മോഹൻലാൽ ചെയ്താലും മറ്റേത് വലിയ മഹാനടൻ ചെയ്താലും അത് അരക്ഷിതത്വം തന്നെയാണ്. അത് ഉണ്ടായത് അവരുടെ തന്നെ പ്രവൃത്തിയുടെ
തിരിച്ചടിയും കൂടെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ പ്രവർത്തികളുടെ നിലപാടില്ലായ്മയുടെ തിരിച്ചടികളാണ് ഈ അരക്ഷിതത്വത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമായും അവസാനമായും ഇതിനെല്ലാം ഉത്തരവാദിത്വം ഇവർ പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞേ മതിയാവൂ എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് നിമിത്തമായത് നിസ്സംശയം പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമാണ്. അതെ അതെ ശ്രീ അജ്മൽ, ഈ സംഘടനയ്ക്ക് മുൻപിൽ ഇതിനു മുൻപ് തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന പല പരാതികളും എത്തിയിട്ടുള്ളതാണ്. അന്ന് അവർക്കത് കണ്ടില്ലെന്ന് നടിക്കാനായി ആ വിഷയത്തിൽ ഒരു മൂവ് പോലും ഉണ്ടായില്ല AMMയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ 560ഓളം പേരുള്ള ഒരു സംഘടന, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളിലേക്ക് സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരാതികളായിട്ട് വരുന്നു. പക്ഷേ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പോലും ഇവർക്കാകുകയും അതിൽ മറ്റെല്ലാവരും ഇങ്ങനെ മൗനം തുടരുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം എങ്ങനെ ഇത്രയധികം ആളുകളുള്ള ഈ സിനിമാ മേഖലയിൽ ഉണ്ടായി? ഇപ്പോഴാണല്ലോ ഈ പ്രതികരണത്തിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നത്. ഇത്ര നാൾ അതൊന്നും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്? ഹലോ അജ്മൽ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, ഇപ്പോൾ യോഗ കേട്ടു. പിന്നെ നമ്മുടെ നടി ആക്രമിച്ച ശേഷമാണ് ഈ റിപ്പോർട്ടുകളും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവം തുടങ്ങി വരുന്നത്. പക്ഷേ ആർജവത്തോടൊരു കാര്യം പറയുക, സർക്കാർ ചില പോരായ്മകളുണ്ടെങ്കിൽ പോലും സത്യമായി പറയാം, ഈ സർക്കാർ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് റിപ്പോർട്ട് വരത്തില്ല. ഇങ്ങോട്ടൊരു ആക്രമിച്ച കേസിൽ യഥാർത്ഥ പ്രതികളെ ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ട നിയമത്തിന് മുന്നിൽ കൊണ്ടുവരില്ല. സർക്കാരിൻ്റെ പോരായ്മകളുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് 4-5 വർഷം കഴിഞ്ഞു. ഇത് പുറത്തുവിടാൻ പറ്റിയില്ല. പക്ഷേ അത് വെച്ചെന്നെ. പക്ഷേ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ആർജവ സർക്കാർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പോലും എതിരെ പോലും കേസെടുത്തത്. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. അത് ഒരിക്കലും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും വിമർശിക്കാം, പല കാര്യങ്ങളും വിമർശിക്കാം. പക്ഷേ അമ്മയുടെ ഇല്ലെങ്കിൽ മറ്റൊരു ഫെഫ്കയുടെ ഇവരെ നേതൃത്വം പവർ കമ്മിറ്റി ഓൾറെഡി കൊച്ചിയിലുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞാലും നിഷേധിക്കും, ഉറപ്പായി നിഷേധിക്കും. അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്. അതിൻ്റെ ചില വ്യക്തികളും ചില കാര്യങ്ങളൊക്കെ വ്യക്തമായൊരു സൂചന മാക്ടാബിറ്റേഷൻ ഞങ്ങളുടെ സംഘടന ഓഫീസിൽ വ്യക്തമായ തെളിവുകളോടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പോലീസിനോ ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ കോടതി പറയുകയാണെങ്കിൽ ഇരകൾ എന്ന് പറയുന്നവർ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ചിലപ്പോൾ നാളെ വരാൻ പോകുന്നത്. എന്തുകൊണ്ട് ഈ അമ്മ സംഘടന എന്തെങ്കിലും വിശദീകരണം കൊടുത്തിട്ട് വേണ്ടേ രാജിവെക്കേണ്ടത്? എന്തെങ്കിലും വിശദീകരണം കൊടുക്കണ്ടേ? സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്നും അറിയിക്കാതെ പിരിച്ചുവിടുക. ഇതുമായി ബന്ധപ്പെട്ട പരാതികളും ആളുകൾ നേരിട്ട ബുദ്ധിമുട്ടുകളും കൃത്യമായ തെളിവിന്റെ തന്നെ അടിസ്ഥാനത്തിൽ മാക്ടയുടെ മുന്നിൽ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? 100% ഉണ്ട്. ഒരു സംശയം വേണ്ട. അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. ഈ ഇരകൾ ഞങ്ങളടുത്ത് പറഞ്ഞ സംഭവങ്ങൾ അവർ തെളിവ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുകൊടുക്കും. ഒരു സംശയം വേണ്ട. ഇപ്പോൾ നമ്മൾ കേട്ട പേരുകൾക്കപ്പുറം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾക്കപ്പുറം നമ്മൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇവരൊക്കെ നിശബ്ദരായിരുന്നു ഈ ആളുകൾ എന്നതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരം ആ പേരുകളിൽ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? 100% ഞാൻ പറയില്ലേ, ഞങ്ങളുടെ മാക്ടാ ഫെഡറേഷൻ്റെ ഓഫീസ് ഞങ്ങൾ എത്ര മാറ്റി നിർത്തിയാലും ഞങ്ങളുടെ ഒരു ആർജവമായി വന്നൊരു സംഘടനയാണ്. കാരണം ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കേസും വരുന്നതാണല്ലോ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ പോരായ്മയുണ്ട്. പോരായ്മ മീൻസ് ചിലപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാം, സ്വാഭാവികം. പക്ഷേ എങ്കിൽ പോലും ആർജവത്തോടെ നമ്മുടെ സർക്കാർ അത് അന്വേഷിക്കുകയും ഏതൊന്നിനായാലും പിടിക്കപ്പെടുമെന്ന് പറയേണ്ട ഒരു കാര്യമാണ്. ഒരു അതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് കേസെടുത്തില്ലേ. സർക്കാർ അതിൽ ഇടപെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതിനോടകം തന്നെ വന്ന പരാതികളിൽ കൃത്യമായ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പരാതി ഉന്നയിച്ച മൊഴി പറഞ്ഞ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ, ആ സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ അന്വേഷണ സംഘം അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്, എല്ലാ വിധത്തിലുള്ള ഉറപ്പുകളും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പരുവപ്പെട്ടൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പറയാൻ മാക്ടാ ഫെഡറേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല? അല്ല, ഞാനിക്കട്ടെ, പരാതി തന്നവരും ഇരകൾ വ്യക്തമായ അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ലേ? അവരെ സംരക്ഷിക്കണ്ട നമ്മൾ. അവർക്ക് ഭയമുണ്ട് പുറത്ത് പറയാൻ വേണ്ടിയിട്ട്. അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് പലരും. ഇന്ന് കമ്മിറ്റി ഈ രാജിയൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. ഇല്ലെങ്കിൽ ഒരു പ്രസ്താവനയും കൊടുക്കാതെ ഒറ്റയടിക്ക് വന്നിട്ട് ഞങ്ങളെല്ലാം രാജിവെച്ചു, അതുകൊണ്ട് പ്രശ്നം തീരും. ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർ ചർച്ചയില്ലേ? അത്
മലയാള സിനിമ എന്തോ ആയിക്കോട്ടെ ഒരു ഗ്ലാമർ സംഭവമല്ലേ ഇത്? നമ്മളൊക്കെ ഒരു ആവേശമായി കാണുന്ന ഒരുപാട് നടന്മാരും നടിമാരൊക്കെ ഉള്ളില്ലേ? നമ്മുടെ പ്രതീക്ഷയ്ക്കെന്ത് അപ്പുറത്തിരക്കാണ് വരാൻ പോകുന്നത്. കോളിൽക്കം സൃഷ്ടിക്കും യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വന്നാൽ. അത് വരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം ഒറ്റക്കെട്ട് രാജിവെച്ചോണ്ട് പ്രശ്നം തീരൂല. രാജിവെക്കുന്നതിന് മുമ്പ് പൊതുസമൂഹത്തിൻ്റെ മുകളിൽ ഇവർ ആദ്യം പറയണം ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യം കൊണ്ടാണ്, ആരൊക്കെ രാജിവെച്ചു, ആരൊക്കെ രാജിവെക്കും. ഇവർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എല്ലാവർക്കും ഭയമല്ലേ? അവിടെ ഒരു സ്ഥാനം എടുക്കാൻ ആയപ്പോൾ ആരും താല്പര്യമില്ലോ. ഇത് ആരെ ഭയപ്പെടുന്നവർ? എന്താ കാരണം? ഇവരെ മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മരിച്ചുപോയ നമ്മുടെ തിലകൻ സാറ് പറഞ്ഞ പോലെ അമ്മ എന്ന കോടാലി സംഘടന, FK എന്ന ഫാസിസ്റ്റ്, ഇവർ ഞങ്ങളെ എങ്ങനെ നശിപ്പിച്ച ഇതൊക്കെ ഒരു ആത്മാവ്, ഞാൻ വിചാരിക്കുന്ന ആത്മാവെന്നാണ് അവരെ. അദ്ദേഹം ഇത് ചിരിക്കുന്നുണ്ടാവും ഇന്ന്. യെസ്, ഞാൻ വരാം അടുത്ത ഘട്ടത്തിൽ. ഗായത്രി വർഷ, ഈ ശ്രീ അജ്മൽ പറയുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്കും ഈ സംഘടനയുമായി ബന്ധപ്പെട്ടും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും നേരിട്ട് അറിയാവുന്നതാണ്. അതിൽ ചില പ്രതികരണങ്ങൾ താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സംഘടനയുടെ ഭാരവാഹികളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഇനിയിപ്പോൾ പുതിയ ആളുകൾ വരണമെന്ന് പറയുമ്പോൾ രാവിലെ മുതൽ തന്നെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് സ്ത്രീകൾ വരണം എന്ന ആവശ്യം കേൾക്കുകയും ചെയ്യുന്നു. ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ സ്ത്രീകൾ വരുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കും എന്നൊരു വിശ്വാസം വ്യക്തിപരമായി എനിക്കുമില്ല. ആ വരുന്നവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടാകുക, നിലപാടുണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും സ്ത്രീകളുടെ പ്രതികരണത്തിൽ പോലും ഉയർന്നു കേൾക്കുന്ന പേരുകൾ പൃഥ്വിരാജ് എന്നോ ടൊവിനോ എന്നോ അങ്ങനെയുള്ള പേരുകളാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയുടെ പേര് നിർദ്ദേശിക്കാൻ അവർക്കാകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകില്ല എന്നൊരു നിരാശയിലേക്ക് കൂപ്പുകുത്തിയതാണോ കാര്യങ്ങൾ? അതോ ഉയർത്താൻ ആ നിലയിലൊരു പേര് 560 അംഗങ്ങളുള്ള സംഘടനയിൽ ഇല്ലാത്തതാണോ? ചോദ്യം എന്നോടാണോ? അതെ, ഗായത്രി വർഷ. ഹലോ, അതെ, ഗായത്രി വർഷയോടെയാണ്. എന്താ അറിയോ, നമുക്ക് ഈ ഓഡിയോ ഓക്കെ, ഈ ഓഡിയോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് കട്ടായി പോകുന്നുണ്ട്. ഇങ്ങനെ പൊട്ടി പോകുന്ന പോലത്തെ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം അതിൻ്റെ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ കേട്ടു, ആദ്യ ഭാഗം കേട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കണ്ടന്റ് എന്ന് തോന്നുന്നു, അല്ലേ? അതെ, സ്ത്രീകൾ. ഹലോ, അതെ, ശ്രീ ഗായത്രി വർഷ, ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് അങ്ങനെ ശരിയാ. ഞാൻ ആ പ്രശ്നം പരിഹരിച്ച ശേഷം മടങ്ങി വരാം. N. ലാൽകുമാർ, ഇവിടെ ശ്രീ അജ്മൽ പറയുന്നത് പോലെ ഇനി പുറത്തു വരാനുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്നുള്ളതാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അതെങ്ങനെയാകും? ഇന്നലെ പൃഥ്വിരാജ് നടത്തിയ പ്രതികരണത്തെ എല്ലാവരും വളരെ പോസിറ്റീവായി കാണുന്നതോടുകൂടിയാണ് പൃഥ്വിരാജ് നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നൊരു ആവശ്യം ഉയരുന്നത്. പക്ഷേ അങ്ങനെ വന്നതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. ഇനിയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നതുപോലെ തന്നെയാണ് ഇതുവരെ AMMA എന്ന സംഘടനയ്ക്ക് മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെയും പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അത് ആ നിലയിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് കൂടി. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും? നോക്കൂ, ഞാൻ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു, വെരി കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറയുന്ന സ്ത്രീകൾ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഇടപെടലാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവസാനം ഈ പറയുന്ന WCC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു വലിയ ഫൈറ്റിൻ്റെ അൾട്ടിമേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനായിട്ട്, ഹൈജാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളെ പോലാണ് എനിക്ക് പൃഥ്വിരാജിനെ തോന്നിയത്. ഞാൻ ഉള്ള കാര്യം ഉള്ളപോലെ പറഞ്ഞല്ലോ. പൃഥ്വിരാജ് വരുന്നു, വളരെ കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി വരുന്നു. ഇതൊക്കെ ശരിയാ, ചോദ്യങ്ങളുടെ മറുപടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നല്ല കോംപ്രിഹെൻസീവ് ലാംഗ്വേജിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു സംശയവും നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് കാര്യമില്ല. ആ ഡേ അല്ല ഇവിടുത്തെ പ്രാധാന്യം. ആ ഡേ അല്ല, അതിന് മുമ്പുള്ള വിഷയങ്ങൾ. ഈ പറയുന്ന ലേഡി ആക്രമിക്കപ്പെട്ടതിന് ശേഷം എന്ത് കാര്യക്ഷമമായ മുന്നോട്ടുള്ള പോക്കാണ് ഈ സംവിധാനത്തിൽ നടത്താൻ അദ്ദേഹം ശ്രമം നടത്തിയത്? അങ്ങനൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചുമില്ല. കാര്യം അവിടെയാണല്ലോ അദ്ദേഹത്തിൻ്റെ റോൾ വരിക. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എന്താ ഓരോ പ്രശ്നം വരുമ്പോൾ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുക. ദാറ്റ് ഈസ് പ്ലേയിങ് ടു ദ ഗാലറി. ഐ ഡോണ്ട് ഗീവ് എനി മെറിറ്റ് ടു ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാനുള്ള കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പൃഥ്വിരാജ് ആരും കേൾക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാര്യം നമ്മൾ പറയണമല്ലോ. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൃഥ്വിരാജ് പറഞ്ഞ തെറ്റാണെന്നോ
പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് അല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയേണ്ടത്. പക്ഷേ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് വരുത്താൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയോ, വേറെ വർക്ക് വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് അത് ഞാൻ ഉന്നയിക്കുന്നത്. പൃഥ്വിരാജ് ആലോചിക്കട്ടെ. അടുത്തത് കാര്യം അദ്ദേഹത്തിനുള്ളതല്ല ഈ ക്രെഡിറ്റ്. ഇത് ക്രെഡിറ്റ് WCCക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആ ക്രെഡിറ്റ് അവർക്ക് തന്നെ ദ ഡ്യൂ ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ ടു ദം, നോട്ട് ടു എനിവൺ എൽസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അപ്പോഴും അത് തുടങ്ങിയത് ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് എന്നുള്ളത് അദ്ദേഹം മറന്നുപോയി. അത് ശരിയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഇന്നലെ എന്റെ ചർച്ച ആരംഭിച്ചത് അങ്ങനെ തന്നെയാണ്. അതെ, അതാ പറഞ്ഞു വന്നത്. പറഞ്ഞോളൂ. അല്ല ചരിത്രം തുടങ്ങുന്ന മലയാള ഈ ഒരു എന്നോടാണോ ചോദ്യം? ആരാണ്? അല്ല, ഞാൻ ലാൽകുമാറിനോട് തന്നെയാണ്. ഞാൻ താങ്കൾ പറഞ്ഞതിനോട് എവിടെയോ ഒരു സംശയം ഉണ്ട് തോന്നുന്നു. ഞാനാണോ അല്ലല്ല, എനിക്കൊന്നു ഗായത്രി എന്തോ സംസാരിച്ചെന്ന് തോന്നുന്നു. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ. താങ്കൾ പറഞ്ഞോളൂ. അത് പൂർത്തീകരിച്ച ശേഷം ഗായത്രി വർഷയിലേക്ക് പോകാം. ശരിയാണ്, ഗായത്രി വർഷം എന്തോ പറയാൻ ശ്രമിച്ചു, പോകാം. പക്ഷെ താങ്കൾ അത് പൂർത്തീകരിച്ചോളൂ. അത് ഇടയ്ക്ക് വെച്ച് മുറിച്ചു പോകേണ്ടതില്ല. ഗായത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതിനകത്തൊരു ബാലിശം എന്നൊരു കാര്യം കൂടെ വന്നു. ആ ബാലിശം അത് ബാലിശമല്ല എന്നാണ് എൻ്റെ വ്യക്തി. അതുകൂടെ പറഞ്ഞേക്കാം. ബാലിശമല്ല. കാരണം അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ പ്രൊഡക്ഷനുള്ള ആളാണ്. ഈ പറയുന്ന ഇപ്പം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഗായത്രിയോട് ചോദിച്ചൊരു ചോദ്യത്തിനൂടെ മറുപടി ഞാൻ പറയാം. അപ്പോൾ ഇച്ചിരി വ്യക്തമാവും. നിങ്ങൾ ചോദിച്ചില്ലേ ഒരു സ്ത്രീ ഇതിൻ്റെ തലപ്പത്ത് വന്ന്, എനിക്ക് ഡിസ്റ്റർബൻസ് വരുന്നു. ഐ തിങ്ക് സമൺ ഈസ് ടോക്കിംഗ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സ്ത്രീ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. യു ടേക്ക് ദ കേസ് ഓഫ് പാർവതി. പാർവതി അമ്മയുടെ ഒരു മെമ്പറാണെന്നിരിക്കട്ടെ. പാർവതി നാളെ അതിൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്നു. ഞാൻ പറയുന്നു ഒരു കുന്തവും നടക്കത്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ബിക്കോസ് മണി റൂൾ ദ റൂസ്റ്റ്. മണിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഡിസൈഡ്സ്. ക്യാപിറ്റൽ ഇല്ലാത്തവൻ ഈ കാലത്ത് രക്ഷപ്പെടത്തില്ല. ഇവരെന്തുകൊണ്ട് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു? പവർ എങ്ങനെയാണ് വരുന്നത്? ക്യാപിറ്റൽ അവരുടെ ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. ക്യാപിറ്റൽ ഇല്ലാത്തവൻ എന്ത് പവർ? അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ക്യാപിറ്റലുള്ളതിൻ്റെ ക്യാപിറ്റലിൻ്റെ ആ പവർ. അല്ലാതെ ഇവരെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്നതുകൊണ്ടല്ല. അപ്പോൾ ക്യാപിറ്റലാണ് ഇവരുടെ പവർ. ക്യാപിറ്റൽ ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അത് അവിടെ ദൈവം തമ്പുരാൻ വന്നിരുന്നാലും ഒന്നും നടക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന മണി പവറും അല്ലെങ്കിൽ ഫാൻ ഗ്രൂപ്പും ഫാൻ ഫോളോയിങ്ങും ഈ പറയുന്ന ഈ സപ്ലൈ ചെയിനകത്ത് മൊത്തം വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ദാറ്റ് ഈസ് എ ഫീബിൾ ലെയിം സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് ഒരു സംശയവും എനിക്കതില്ല. കാര്യം അതിനകത്ത് ബാലിശത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാലിശമായിട്ടൊരു കാര്യമാണോ? അദ്ദേഹം പറഞ്ഞതിനെ വളരെ ഒബ്ജക്റ്റീവ്ലി ഒരു ലാർജർ സ്പിയറിലും ലാർജർ പർപ്പസിലും എടുത്താൽ പോരെ എന്ന് ചോദിച്ചാൽ, ലാൽകുമാർ പറയുകയാണെങ്കിൽ ലാർജർ പർപ്പസിൽ എടുത്താൽ മതി. എം ജയചന്ദ്രൻ പറയുകയാണെങ്കിൽ ലാർജർ പർപ്പസിൽ എടുത്താൽ മതി. ബട്ട് വെൻ യു ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി, ദാറ്റ് പേഴ്സൺ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി, ഹി ക്യാൻ ഡു മച്ച് മോർ ദാൻ വാട്ട് ഹി സെഡ്. ഞാനതാ ചോദിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം അവസാനത്തെ ദിവസം വന്നിട്ട് ഈ WCCയെ പോലും അദ്ദേഹം അക്നോളജ് ചെയ്തിട്ടില്ല. ആ വാർത്താ സമ്മേളനത്തിൻ്റെ WCC ഒന്നും പുള്ളിയുടെ പ്രശ്നമല്ല. അപ്പോൾ ഇത് വരാനിരിക്കുന്നു, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി അതിനകത്ത് എങ്ങനെ ഇടപെടുന്നു, ക്യാപിറ്റലുള്ള ഒരാൾ സ്ത്രീപക്ഷ നിലപാടിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ എഗ്രീഡ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗം സേഫ് ആക്കുന്നതാണ്. മറ്റുള്ള കാര്യത്തിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശരി, എന്ത് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനകത്ത് ബാലിശത ഉണ്ട് എങ്കിൽ ആ ബാലിശത അവിടെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ ചോദിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്നവർക്ക് അതിനകത്ത് ചിലപ്പം ഞാൻ പറയുന്നതിനകത്തൊരു ഡിസ്ക്രിപ്പൻസി തോന്നാം. കറക്റ്റായിട്ടല്ലല്ലോ വരുന്നതെന്ന് വേണേൽ തോന്നാം. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഐ തിങ്ക് ഐ എം മേക്കിംഗ് എ ലാർജർ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ പവർ, നിങ്ങൾ ചോദിച്ച ചോദ്യം, പാർവതി നാളെ അമ്മയുടെ തലവത്ത് വരും. അമ്മയുടെ മെമ്പർ അല്ല എന്നാണ് അവർ അമ്മയുടെ മെമ്പർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വന്നാൽ പോലും ഒന്നും നടക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് എൻ്റെ ഫോൺ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, ശബ്ദം മാത്രമേ ഗായത്രി വർഷ, ഇന്ന് ഒരുപാട് കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ട ആവശ്യം ഒരു സ്ത്രീ തലപ്പത്തേക്ക് വരണമെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പ്രതികരിച്ച ഒരു സ്ത്രീ പോലും മറ്റൊരു സ്ത്രീയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ആ നിലയിൽ എങ്ങനെയാണ് ഒരു മാറ്റം വരിക? ഒരു സ്ത്രീ വന്നതുകൊണ്ട് മാത്രം ഇതെല്ലാം മാറുമോ? ഇനി ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ അവർ ഇതുവരെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണല്ലോ. അവർ അധികാരം ഏൽക്കുന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ വരുന്ന പരാതികൾ മാത്രമല്ല ഇതുവരെയുള്ളത്. അതാണല്ലോ നമ്മുടെ പ്രശ്നം.
ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് ഉള്ള സ്റ്റേറ്റ്മെന്റിനകത്ത് ദാറ്റ് ഇസ് എ ഫീബിൾ ലെയിം സ്റ്റേറ്റ്മെന്റ്. ഗായത്രി വർഷ കേൾക്കുന്നുണ്ടോ? സംശയം എനിക്കതില്ല. കാര്യം അതിനകത്ത് ബാലിശത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാലിശമായിട്ടൊരു കാര്യമാണോ അദ്ദേഹം പറഞ്ഞതിനെ വളരെ ഒബ്ജക്റ്റീവ്ലി ഒരു ലാർജർ സ്പിയറിലും ലാർജർ ഗായത്രി വർഷയിലേക്ക് വരാം. സാങ്കേതിക തടസ്സങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി, നടൻ കൂടിയായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരോട് നടത്തിയ ഇടപെടൽ കൂടി താങ്കൾ കണ്ടു കാണുമല്ലോ. ഇതൊക്കെയും ഇതിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ, ആമുഖത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ സംഘടനയോടൊക്കെ തലപ്പത്തുള്ളത്, അല്ലെങ്കിൽ ആ തരത്തിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ. നോക്കൂ, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് പറയാൻ സുരേഷ് ഗോപിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ? അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ഈ നിലയിലാണോ ഇടപെടേണ്ടത്? ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങളുടെ തീറ്റ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ കാരണം മാധ്യമങ്ങളാണ് എന്നുള്ളത് പോലും വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? പിന്നെ ഇതിൽ സുരേഷ് ഗോപി ഒരു മതിഭ്രമത്തിലാണ്. അയാളിപ്പോഴും ഭരത്ചന്ദ്രനാണ് താൻ എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് പ്രശ്നം ആ മനുഷ്യൻ്റെ. ഇത് ഒരിക്കലല്ല, പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല മേഖലകളിലായിട്ട്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. അതിനുശേഷം പിന്നെ ഈ സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പിന്നെ ഞങ്ങളുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നൊക്കെ മലക്കം മറിയുന്നതും കണ്ടു. എന്ത് തരം പിന്നെ പ്രവർത്തനമാണ് സുരേഷ് ഗോപി ഞാനീ പറഞ്ഞതുപോലെ ഭരത്ചന്ദ്രനിസം കാണിച്ചുകൊണ്ട് നടക്കുന്നത്? ആ മനുഷ്യന് പിന്നെ ലജ്ജ തോന്നണം എന്ന് നമുക്ക് കരുതാൻ പോലും കഴിയില്ല. അതിനപ്പുറത്താണല്ലോ ഇപ്പോഴത്തെ മതിഭ്രമത്തിൻ്റെ ഒരു അവസ്ഥ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അത് പിന്നെ ആരെങ്കിലും, ഏറ്റവും അടുത്ത സർക്കിളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ നന്നായിരുന്നു എന്ന് മാത്രമേ കരുതാൻ നിർവാഹമുള്ളൂ. മറ്റൊന്ന് അസിത, ഇത് പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്, വിനോദ വ്യവസായം. ഈ വിനോദ വ്യവസായത്തിൽ ഈ സംഭവമൊക്കെ വന്നതോടുകൂടി ഈ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിനുശേഷമുള്ള മറ്റു പലരുടെയും പ്രതികരണങ്ങൾ വന്നു. അതിലൊക്കെ മനസ്സിലാവുന്നത് ഈ വിനോദ വ്യവസായത്തിൽ വിനോദത്തിനേക്കാൾ ഉപരിയായി വിഷാദിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന മറ്റ് പലതും അടിഞ്ഞു കൂടിയിട്ടുണ്ട് നിരന്തരമായി. ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ടും പല വർഷങ്ങൾ കൊണ്ടും. ഇപ്പോൾ 26 കാൽ നൂറ്റാണ്ട് മുമ്പ് വരെയുള്ള കേസുകൾ വരെ പുറത്തു വരുന്ന ഘട്ടമാണല്ലോ. അപ്പോൾ അവിടെയൊന്നും പിന്നെ സംഘടനാപരമായി ഒരു സംഘടനയല്ല, ഒരമ്മ മാത്രമല്ല, AMM മാത്രമല്ല മലയാള സിനിമാ ലോകത്തുള്ളത് എന്ന് ഓർക്കണം. ഇപ്പോൾ അജ്മൽ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എത്രയാണ്, എനിക്ക് തോന്നുന്നു ഒരു 20ഓളം സംഘടനകൾ, 18 എന്തായാലും ഉണ്ടല്ലോ. ഇതെല്ലാം ഉണ്ട്. ഇനി ഇവർക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. ഈ സംഘടന, ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന എല്ലാ സംഘടനകൾക്കും ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് എല്ലാവരെയും ഈ അസ്വസ്ഥപ്പെടുത്തുന്നതും അരക്ഷിതാവസ്ഥയിലാക്കുന്നതും. സർക്കാരിൻ്റെ ഗൈഡ് ലൈൻസിന്, പുതിയ സിനിമാ നയത്തിന് കീഴ്പ്പെട്ട് സിനിമാ മേഖലയെ സമീപിക്കേണ്ടി വരും സിനിമാ രംഗത്ത് നിൽക്കുന്ന മലയാള സിനിമാ രംഗത്തെ മുഴുവൻ സംഘടനകൾക്കും. അത്ര ഒരു സിനിമാ നയം നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല. നവംബറിൽ ആ സിനിമാ നയം വരികയാണ്. ആ സിനിമാ നയം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അഴകടമ്പൻ സമീപനങ്ങൾ മുഴുവനും ഒന്നോടെ റദ്ദാക്കപ്പെടും. ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടാൻ പോവുകയാണ്. അതാണ് പ്രശ്നം. അത് ചെറിയ കാര്യമൊന്നുമല്ല. മലയാള സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് ശരിക്കും അതൊരു പിന്നെ റവല്യൂഷണറി ചേഞ്ച് തന്നെയാണ്. അതിലൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യവുമില്ല. അതൊക്കെ പിന്നെ വരുന്നത് സിനിമാ നയം വന്നു കഴിഞ്ഞാൽ, ആ സിനിമാ നയം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ സിനിമാ നയമാണല്ലോ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. ആ സിനിമാ നയം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് സിനിമാ രംഗത്തെ മുഴുവൻ സംഘടനകളും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായി മാറും. നിയമപരമായി അവർ അതിന് കീഴ്പ്പെട്ട് നിൽക്കാൻ ബാധ്യസ്ഥരാകും. അതൊക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് തൽക്കാലത്തേക്ക് ഇതുപോലുള്ള ജാർഗൺസ്, ഇതുപോലുള്ള എന്താ പറയുന്നത്, ഈ രാജിനാടകങ്ങൾ അല്ലെങ്കിൽ സ്വയം വിട്ടൊഴിഞ്ഞു പോകുന്നത് പോലുള്ള ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും സർക്കാർ പുറമോട്ട് പോകാൻ പോകുന്നില്ല. സർക്കാരിൻ്റെ നിലപാട് വളരെ അഡമൻ്റാണ്. ആ നിലപാടിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ
പിന്നെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളത് ചിന്തിച്ച് ആലോചിച്ച് നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരായി മാറണം സിനിമാ രംഗത്തെ സംഘടനകൾ. അതിനവർ വഴങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മാറ്റുരച്ച് നോക്കാൻ പോകുന്ന ഏത് സിനിമാ സംഘടനയുടെയും. അതാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ അജ്മൽ, ആ നിലയിൽ ഒരു മാറ്റം എങ്ങനെ സാധ്യമാകുമെന്നാണ് കരുതുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ലാൽകുമാർ പറഞ്ഞത് നമുക്ക് തുടങ്ങാം. ലാൽകുമാറിനെ പോലെ നമ്മുടെ പൃഥ്വിരാജ് എന്ന നമ്മുടെ വലിയൊരു കഥാപാത്രമാണ്, നല്ല സംഭവമാണ്, കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം വന്നു പ്രതികരിച്ചു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പൃഥ്വിരാജ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നതല്ല. അദ്ദേഹം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തൊരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ വന്നപ്പോൾ പ്രതികരിച്ചത് മാത്രമല്ല, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ല കേട്ടോ. ഒരു ഏകാധിപത്യ ഒരു ഷോ ലാൽകുമാർ പറഞ്ഞില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട് അവിടെ. കാരണം ചിലരോട് വ്യക്തിപരകം തീർക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിൽ ഉൾപ്പെടുന്നില്ല. എന്തായാലും പൃഥ്വിരാജ് അവിടെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നതല്ല. ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് മാധ്യമങ്ങൾ വന്നപ്പോൾ ഒരു മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഷോ കാണിച്ചെന്നല്ലാതെ വലിയ കാര്യങ്ങളും അതിൽ വരാൻ പോകുന്നില്ല. അങ്ങനെ വരാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. അതുപോലെ നടി ആക്രമിച്ച ശേഷം ഒരു നമ്മുടെ WCCയുടെ ഹൈക്കോടതിയിൽ ഒരു പറ്റീഷൻ കൊടുത്തായിരുന്നു. എല്ലാ സിനിമാ സംഘടനയും വിളിച്ചിട്ട് ഒരു യോഗം വിളിക്കാൻ വേണ്ടി. അതിൽ വനിതാ കമ്മീഷൻ മീറ്റിംഗ് വിളിച്ചു തിരുവനന്തപുരത്ത്. ഈ മീറ്റിങ്ങിൽ ഞങ്ങളടക്കം, ഞാനോ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരൊക്കെ ഞങ്ങൾ പോയി പങ്കെടുത്തിട്ട് സിനിമയിൽ ബന്ധപ്പെട്ട ആൾക്കാർ മീറ്റിംഗ് ഫിലിം ചേംബർ ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഒരു മീറ്റിങ്ങിനെ ഞങ്ങൾ പോയിട്ടുള്ളൂ. അതിൽ കമ്മിറ്റി എടുത്തിട്ട് ഈ സ്ത്രീകൾക്കുള്ള സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി ഒരു പാനൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പോയിട്ടുള്ളൂ. രണ്ടാമത്തെ മീറ്റിംഗ് പോകാൻ പറ്റിയില്ല. അറിയോ, അവിടെ ഈ മാഫിയ ബന്ധപ്പെട്ടു, ഫിലിം ചേംബർ ഓർഡർ വന്നു, നിങ്ങൾ വരണ്ടാന്ന് എന്ന് വെച്ചാൽ ഞങ്ങളാണ് പ്രതികരിക്കുന്നത്, WCC പ്രതികരിക്കുന്നത്. ഇവർക്കെതിരെ പ്രതികരിക്കുന്ന ആരാണാവോ അവരുണ്ടാവാൻ പാടില്ല. അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഈ ചർച്ച കാണുമെങ്കിൽ നമ്മുടെ സംസ്കാര ഇങ്ങനെ പ്രതികരിക്കാൻ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, പുറത്തുവിടാൻ തയ്യാറാണ്, പൊതുമധ്യത്തിൽ പറയാൻ തയ്യാറാണ്. ഞാൻ പറയട്ടെ, അവിടെ വന്ന ഫിലിം ചേംബറിന്നും പ്രൊഡ്യൂസർ അസോസിയേഷനും എനിക്ക് വന്ന ലെറ്ററും അവരെന്നെ പേഴ്സണലായി വിളിച്ച കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. കേൾക്കുന്നില്ല? ഞാൻ കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞു പൂർത്തീകരിച്ചോളൂ. ഹലോ. ഫിലിം ചേംബറിന്നും പ്രൊഡ്യൂസർ അസോസിയേഷനിലും പോയപ്പോൾ എനിക്കവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ വിളിച്ച് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ വരുന്നുണ്ടെന്ന് അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ വന്നാൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നൊരു പേടി ഭയം കൊണ്ട് ഞങ്ങളങ്ങ് ഒഴിവാക്കിയവർ. പക്ഷേ നാളെ ഇപ്പോൾ എന്താ പറയുക, ഇനിയും വരുന്ന സിനിമാ ചർച്ചകൾക്ക് ഞങ്ങളെ വിളിക്കാൻ നിർബന്ധമൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ സാംസ്കാരിക വകുപ്പ് തെറ്റിയിരിക്കുകയാണ്. മന്ത്രി കേൾക്കാണ് പറയണം. സർക്കാരിന് ഇന്നും ഞങ്ങൾ കുറ്റം പറഞ്ഞില്ല. ഇതിൻ്റെ ഉപജാപകൾ കുറച്ച് ആൾക്കാരുണ്ട്. സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാഫിയ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. വ്യക്തമായ കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും, പറയേണ്ട സമയത്ത് ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട. ഗായത്രി വർഷ, കേൾക്കാനാകുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരുപാട് തവണ ഒരേ ചോദ്യം തന്നെ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു, ചോദ്യം ആവർത്തിക്കുന്നില്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് ചോദ്യം കേട്ടിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് ഓഡിയോ ക്ലിയർ ആയിട്ട്. ശരി, ഞാൻ പറയാം. ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് ഇന്ന് രാവിലെ മുതൽ തന്നെ കേൾക്കുന്ന ആവശ്യം ഒരു സ്ത്രീ സംഘടനയുടെ തലപ്പത്തേക്ക് വരണം ഉള്ളതാണ്. ഒരു സ്ത്രീ വന്നതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും എന്നുള്ളത് ഒന്ന്. ഈ പ്രതികരിച്ച സ്ത്രീകൾ ആരും മറ്റൊരു സ്ത്രീയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് രണ്ട്. ഇനി അങ്ങനെ ഒരു പുതുതായി ഒരു നേതൃത്വം വന്നാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ അവർ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളത് മൂന്ന്. സ്ത്രീ വന്നാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ എന്ന് ചോദിച്ചാൽ, ഒരു പുരുഷനിരുന്നാലും എല്ലാ പ്രശ്നങ്ങളും തീരുമോ? തീരുന്നില്ല. പിന്നെ രണ്ടാമത്, എനിക്ക് എൻ്റെ വോയിസ് തിരിച്ച് കേൾക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്തേക്കുന്ന വോയിസ് ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് തിരിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കാൻ ശ്രമിക്കാൻ ഗായത്രി വർഷ, താങ്കൾക്ക് പൂർത്തീകരിച്ചോളൂ. സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ഓഡിയോ തന്നെ ഞാൻ തിരിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ. ഇല്ല, തിരിച്ചു വരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. ആദ്യം മുതൽ, നമ്മുടെ ഷോയുടെ ആദ്യം മുതലേ. ഹലോ, പറഞ്ഞോളൂ ഗായത്രി വർഷ.
ഒരു സ്ത്രീ വന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പുരുഷനാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം ഇപ്പം അത്തരത്തിൽ ചോദിക്കുകയല്ല ആവശ്യം. ഒരു പുതിയ ഇപ്പം നമ്മുടെ ചർച്ചയുടെ ചില ഭാഗങ്ങൾ കേട്ടെടുത്ത് ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരികയാണ്. രണ്ടാമതൊരു ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകൾ പോലും സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ പോലും എങ്ങനെയാണ് സ്ത്രീകളുടെ പേര് പറയുക? ഇന്ന് വരെയുള്ള അവരുടെ അനുഭവത്തിൽ എനിക്കറിയാം, അമ്മയുടെ അസോസിയേഷൻ്റെ മീറ്റിംഗ് അകത്തൊക്കെ സംസാരിക്കാൻ പോലും സ്ത്രീകൾക്ക് സമയം കൊടുക്കുന്നില്ല. അവർ ചോദിക്കുന്ന സമയം തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള സമയം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതിനുള്ള സ്പേസ് കൊടുക്കാതിരിക്കുകയും അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാ ചട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളും എല്ലാം ഇനി നിങ്ങൾ പറയാനുള്ളവർ പറഞ്ഞു എന്തിന്? അപ്പം അത്തരത്തിലൊരു അഭിപ്രായത്തിനുള്ള സ്പേസ് പോലും ഇന്ന് വരെ അവർക്ക് കിട്ടാതിരുന്നെടുത്ത് ഇനി ഈ 600 ആൾക്കാരുടെ ഇടയിൽ ഒരു കസേരയിൽ കയറി ഇരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ജനാധിപത്യപരമായി സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആശയമനുസരിച്ചോ ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ടെന്ന് അവർക്ക് ഇപ്പോഴും വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും മറ്റൊരു സ്ത്രീയുടെയെങ്കിലും പേര് പറയാത്തത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ശക്തമായൊരു ശബ്ദം കേട്ടത്, ആശാവഹമായ ഒരു ശബ്ദം കേട്ടത്, ഒരു പ്രതികരണം കേട്ടത് പൃഥ്വിരാജിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പൃഥ്വിരാജിൻ്റെ പേര് പറയുന്നത്. അതായത് ഒരു നിലപാടുള്ള ഒരു സ്റ്റാൻഡ് കിട്ടും. എൻ്റെ ലൊക്കേഷനെങ്കിലും മിനിമം സ്ത്രീവിരുദ്ധമായ ഒരു കാര്യങ്ങളും നടക്കില്ല എന്ന് ഇച്ഛാശക്തിയോടുകൂടി ഒരു പുരുഷൻ പറയുമ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യും, അതിനെ പ്രതീക്ഷയോടെ കേൾക്കും. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി നോക്കൂ. ഇപ്പോൾ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടൈറ്റിൽ വരുന്നത് കൂട്ടരാജി. പറഞ്ഞോളൂ. കൂട്ടരാജി എടുത്തുചാട്ടമോ എന്നാണ്. കൂട്ടരാജി എടുത്തുചാട്ടമോ? നമുക്ക് മാധ്യമത്തിന് വേണ്ടി ചില പദപ്രയോഗങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ കൂട്ടരാജിയും ജനാധിപത്യ വിരുദ്ധമല്ലേ? ഒരു ജനാധിപത്യപരമായി അവരുടെ ഈ മുഴുവനായിട്ടുള്ള ഒരു പൊതുയോഗത്തിൻ്റെ അഭിപ്രായം കേട്ടിട്ടാണോ പൊതുയോഗം തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതി അവർ രാജിവെച്ചത്? അല്ലല്ലോ. അപ്പോൾ അതുപോലും എങ്ങനെയാവാം, എന്തുമാകാം. പ്രസിഡന്റിന് ഒരു കാര്യം തോന്നി, പ്രസിഡന്റ് രാജിവെച്ചാൽ പിന്നെ ഒപ്പം തന്നെ മറ്റുള്ളവർ രാജിവെക്കുക, അല്ലെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ഒഴിവാക്കുക എന്ന് പറയുന്നതും ഒരു ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്രേ കെട്ടുറപ്പുള്ളൂ, അത്രേ മാൻഡേറ്റ് ആയിട്ടുള്ള ഒരു നിലപാട് ആ സംഘടനയ്ക്കകത്തുള്ളൂ. അതല്ല വേണ്ടത്, അതാവരുത്. എൻ്റെ ഇത്ര ബാലിശമാണ് ഇവർ ഓരോരുത്തരും. നമ്മളുടെയൊക്കെ ഗുരുകാരണവന്മാരെ പോലെയൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഈ രംഗത്ത് നിന്ന് തഴക്കവും പഴക്കവുമുള്ള സിനിമയുടെ എല്ലാ ബിസിനസ് ഇടങ്ങളും, ഇപ്പോൾ ചർച്ചയിൽ ലാൽകുമാറൊക്കെ പങ്കെടുത്തത് എത്ര റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഈ വളരെ പെരിഫറലായിട്ട് കാണുന്ന ആസ്വാദനത്തിൻ്റെ ഇടം മാത്രമല്ലാതെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായി മാറുമ്പോൾ അതിനിടയിൽ നടക്കുന്ന വലിയ കാര്യങ്ങളുണ്ട്. അക്കൗണ്ടൻസിയും അതിൻ്റെ കെട്ടുപാടുകൾ, നിയമവും ചട്ടവും എല്ലാം ഇതിൽ ഇൻബിൽറ്റാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയുള്ള ഒരു ടോപ്പിൽ പോലെ ഒരു സിനിമ വിൽക്കപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾക്കാർ ഇത്ര ലാഘവത്തോടെ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനാ രീതികളെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യപരമല്ല എന്ന് തന്നെ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. അതാരായാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മുഖം രക്ഷിക്കാനോ അല്ല എനിക്ക് ക്യാമറകളിൽ നിന്ന് ഒളിച്ചു നിൽക്കാനോ ഞാൻ സ്ഥാനത്തില്ല എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ ആ ഉത്തരത്തിലേക്ക് ഞാനിതാ പോകുന്നു എന്ന് പറയുന്ന പൊതുസമൂഹത്തിനെയും സർക്കാർ നടപടികളെയും കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെയും ഇന്ന് വരെ പണിയെടുത്തിട്ടുള്ള മണ്ഡലത്തെയും നിഷേധിച്ചു കൊണ്ടെടുക്കുന്ന നിലപാടും കൂടിയാണത്. നമുക്ക് പെട്ടെന്ന് പറയാം ശരി അഭികാമ്യം, ഞാനും പറഞ്ഞു അഭികാമ്യം. പക്ഷേ കൈരളി പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മൾ ഗൗരവമുള്ള ചർച്ചയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ളതിനടുത്ത് സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനല്ല വേണ്ടത്. ഉത്തരവാദിത്വം ഉണ്ടാവണം, നിലപാടുണ്ടാവണം, ശക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ആദ്യത്തെ കാര്യമാണ്. ഫസ്റ്റ് ചുമതല റെസ്പോൺസിബിലിറ്റി ടു ദി സൊസൈറ്റി, അല്ലെ നമ്മൾ നിൽക്കുന്നിടം, നമ്മുടെ കലയോട്, നമ്മുടെ പ്രവർത്തികളോട് സത്യസന്ധമായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ശ്രീ അജ്മൽ, താങ്കൾ ഓക്കെയാണെന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, ഞാനിപ്പോൾ ശ്രീ എം ജയചന്ദ്രനോട് ചോദിച്ചതുപോലെ ആ നിലയിലൊരു ഇടപെടൽ മലയാള സിനിമാ സംഘടന അല്ലെങ്കിൽ മലയാള സിനിമയിൽ സാധ്യമാണോ? ജനാധിപത്യ രീതിയിലാണ് അമ്മ എന്ന സംഘടന ഇപ്പോൾ അടുത്ത കാലത്ത് ഭരണസമിതി ഏറ്റെടുത്തത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോൾ ജനാധിപത്യ രീതിയിൽ തന്നെ അത് തീരുമാനം ഉണ്ടാക്കണ്ടേ? ഒരു വ്യക്തി രാജിവെക്കുമ്പോൾ അവരെ കൂടെ തന്നെ എല്ലാവരും രാജിവെക്ക് എന്ന് പറയുമ്പോൾ അതിലിപ്പം വിനയൻ പറഞ്ഞ പോലെ ഒരു പവർ കമ്മിറ്റി ഉണ്ടെന്ന് ഉറപ്പല്ലേ?
അന്തരം ഞങ്ങൾ ആരുമില്ല, അപ്പം നമുക്ക് എല്ലാം രാജിവെക്കാം. അങ്ങനെ ഇതുണ്ടെങ്കിൽ എല്ലാം പറയണ്ടേ, ഞങ്ങൾ രാജിവെക്കുന്നില്ല, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എന്താ അതിനൊരു ബാക്കി അങ്ങനെ പറയാൻ പറ്റും ബുദ്ധിമുട്ട്? അപ്പോൾ ഒരു പവർ കമ്മിറ്റി ഉണ്ടെന്ന് ഉറപ്പല്ലേ? പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ ഞങ്ങളും ഇല്ല. അങ്ങനെ അപ്പോൾ അവർ പറയുന്ന എല്ലാം നടക്കുള്ളൂ മലയാള സിനിമയിൽ. അത് ഏകദേശം ബോധ്യമായില്ലേ ഇപ്പോൾ? ശരി, ഗായത്രി വർഷ ശരിയായിട്ടുണ്ടോ ഓഡിയോ? ഹലോ, ശരി, എന്തായാലും മലയാള സിനിമ ഒരു നവീകരണത്തിന്റെ പാതയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ തന്നെയുള്ള ഇടപെടൽ നടത്താൻ സാധിക്കട്ടെ എന്ന് കരുതുകയും ചെയ്യാം. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.